വ്യാപം അഴിമതിയോ ആദർശ് ഫ്ലാറ്റ് കുംഭകോണമോ അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പിന്നെ എന്താണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളോ ഇത് വല്ലതും 8ാം ക്ലാസ്സിലുള്ള പിള്ളേർ പഠിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, അതൊന്നും പഠിക്കുന്നില്ല. പകരം ജുഡീഷ്യറി എന്നത്, അതായത് പൗരൻ്റെ അവസാനത്തെ ആശ്രയം എന്ന് അവൻ വിചാരിക്കുന്ന ജുഡീഷ്യറിയാണ് ഏറ്റവും കുഴപ്പം പിടിച്ചതെന്ന് എങ്ങനെയാണ് 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു തുടങ്ങുക? അതിലൊരു പ്രശ്നം, ജുഡീഷ്യറിയിൽ അഴിമതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അഴിമതിയുണ്ട്, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ജുഡീഷ്യറിയുടെ ഭാഗമായിരിക്കുന്നവർ തന്നെ, ന്യായാധിപന്മാർ തന്നെ പല ആവർത്തി പറഞ്ഞു പോയതാണ്. അതിൽ തിരുത്തൽ പ്രക്രിയ വേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു പോയതാണ്. പക്ഷേ തനീഷ്, ഇതിപ്പോൾ പൊളിറ്റിക്സിൽ ഉള്ള അഴിമതിയെക്കുറിച്ച് എവിടെയും തൊടുന്നില്ല. പകരം ജുഡീഷ്യറി എന്നത് നിന്റെ അവസാന ആശ്രയമായ ജുഡീഷ്യറി മൊത്തം അഴിമതി നിറഞ്ഞതാണ് എന്ന് ആദ്യമേ പഠിപ്പിച്ചു പോകുന്നത് ഭരണഘടനയിലുള്ള വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് സംശയമില്ലാതെ ഞാൻ കരുതുകയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ NCERT ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് ഈ കാലയളവിൽ? അതായത് മുഗൾ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടതൊന്നും തൽക്കാലം ഇപ്പോൾ പഠിക്കാനില്ല. അതായത് ചരിത്രം ആ മട്ടിൽ തുടച്ചു നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് 2002 ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള 11-12 ക്ലാസ്സുകളിലെ പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി പുസ്തകങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സമ്പൂർണ്ണമായി തന്നെ നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ആൻറ്റി മുസ്ലിം റയോട്ട് ആണ് ഉണ്ടായത് എന്നുള്ള സംഗതി അതിലില്ല. അതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞു. വാക്കുകളും എല്ലാ പ്രയോഗങ്ങളും, അതായത് ലാർജ് സ്കെയിൽ വയലൻസ് അഗെയിൻസ്റ്റ് മുസ്ലിംസ് എന്നുള്ള ഭാഗമെല്ലാം പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു. ഇനി മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ മാറ്റിയിരിക്കുകയാണ്. അതായത് അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത്, അദ്ദേഹം വർഗീയവാദികളെ എങ്ങനെയൊക്കെയാണ് എതിർത്തത് എന്നുള്ളത്, നാഥുറാം ഗോഡ്സെയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ് NCERT. ആ NCERTക്ക് ഇപ്പോൾ ജുഡീഷ്യറിയെ ജുഡീഷ്യറി കുഴപ്പത്തിലാണെന്ന് പിള്ളേരെ പഠിപ്പിക്കണം. ഇതാണ്, അതായത് ചരിത്രത്തിലെ ഈ നിർണായകമായ സംഗതികളുടെ ഇനി അതുപോട്ടെ, ശാസ്ത്രീയമായുള്ള അടിത്തറ ഉണ്ടാക്കുന്നതിന്, യുക്തിസഹമായി ചിന്തിക്കുന്നതിന്, സയൻറ്റിഫിക് ട്രെമ്പർ ഉണ്ടാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ഒരു കാലത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് പരിണാമ സിദ്ധാന്തം അടക്കമുള്ളവ ക്ലാസ് 9-10 ക്ലാസ്സുകളിൽ നിന്ന് ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അടക്കമുള്ളവ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് 11-12 ക്ലാസ്സുകളിലേക്ക് വിവാദമായി കഴിഞ്ഞതിന് ശേഷം മാറ്റിയിട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ ഈ NCERT പാഠഭാഗങ്ങളിൽ ഒഴിവാക്കലുകളിൽ ഈ ഭാഗങ്ങളെല്ലാമാണ് ഒഴിവാക്കിയതെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജുഡീഷ്യറിയിലെ അതായത് ഭരണഘടനയെ അവിശ്വസിക്കാൻ പോകുന്ന ചില സംഗതികൾ പ്രത്യേകം ഉൾപ്പെടുത്തുന്നു എന്നുള്ളത്. ആ കാര്യത്തിൽ സുപ്രീം കോടതി കർശനമായി ഇടപെട്ട് ഈ കാര്യത്തിൽ തിരുത്തേണ്ടതുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളിൽ പോലും കൃത്യമായി സുപ്രീം കോടതി ഇടപെടാറില്ല എന്നുള്ള പ്രശ്നം ഈ കാലത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇവിടെ സുപ്രീം കോടതി ഇടപെടേണ്ടതുണ്ട്.